കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടല്ലോ, ശ്രീമതി ശൈലജ ടീച്ചർ സ്വതന്ത്രയായി മത്സരിച്ചിരുന്നുവെങ്കിൽ ടീച്ചർ ജയിക്കുമായിരുന്നു. ഇന്ന് സുധാകരൻ സഹാബിനൊപ്പം നിയമസഭയിൽ ഉണ്ടാവും. അതാണ് ഇന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം ഒട്ടുമേ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ, ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് യാതൊന്നും മനസ്സിലാവുന്നില്ല, ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ സത്യസന്ധമായി നിലപാടുറപ്പിക്കുവാനും നിലപാടെടുക്കുവാനും കഴിയുന്നില്ല. VS-ന്റെ അടുത്ത അനുയായി എന്ന് പറഞ്ഞ് നിൽക്കേണ്ട കാലം അത്രയും എന്നെ ദ്രോഹിച്ചു. ഇപ്പോ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും, തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ ബഹുമാന്യനായ പ്രസിഡന്റ് അവിടെ യോഗം വിളിച്ചു കൂട്ടി. വാസ്തവത്തിൽ വലിയ ആശ്വാസവും സന്തോഷവും തോന്നി. എൻ്റെ അമ്മയും അച്ഛനും മരണപ്പെട്ടു. ആ അമ്പലത്തിൽ ബലികർമ്മങ്ങൾക്കായി നമ്മൾ ചെല്ലുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ രസീതടച്ച് അവിടെ നമ്മുടെ സ്വന്തം ചെലവിലാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. നടത്താനുള്ള സൗകര്യങ്ങളുണ്ടോ? അവിടെ മാത്രമല്ല, കേരളത്തിലെ അമ്പലങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ജീർണാവസ്ഥയിലാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ദേവസ്വം കളക്ട് ചെയ്ത് കൊണ്ടുപോകും. തിരിച്ച് പെയിന്റ് ചെയ്യാൻ പോലും പൈസ കൊടുക്കില്ല. കഴക്കൂട്ടം ശ്രീ മഹാദേവ ക്ഷേത്രം പുരാതനമായ അമ്പലമാണ്. അവിടുത്തെ പല ഉപക്ഷേത്രങ്ങളും നാശത്തിന്റെ വക്കിലാണ്. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഈ മാർച്ച് മാസം വരെ ഏതാണ്ട് 1 കോടി രൂപ ദേവസ്വം അവിടെ നിന്ന് വസൂലാക്കി. ഒന്നും ചെയ്യുന്നില്ല. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കെട്ടാനും വൻകിട പദ്ധതികൾ നടപ്പിലാക്കാനും കാണിക്കുന്ന വ്യഗ്രത ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ എടുക്കുന്നില്ല. വിശ്വാസരാഹിത്യമാണ് അവിടെയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ നോക്കാതെ, അവരുടെ മനസ്സ് മനസ്സിലാക്കാതെ, ഈ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കൂടെ ഒപ്പം നിൽക്കുന്നതിന് പകരം സത്യസന്ധമായി അഭിപ്രായം പറയുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്ന ഒരിടം എന്ന നിലയിൽ ഞാൻ BJP-യിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണ്.